ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു കല്യാണ വിരുന്നിലൊക്കെ വിളമ്പുന്ന ഒരു സ്പെഷ്യൽ അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് കേട്ടോ. വളരെ ചെറിയൊരു വീഡിയോ ആണ്, അതൊന്ന് കണ്ടു നോക്കൂ. അതിനായിട്ട് ഒരു മാങ്ങ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ക്യാരറ്റും നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നൈസായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇനി ഇത് രണ്ടിൻ്റെയും കൂടെ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും ഈ ക്യാരറ്റും മാങ്ങയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. അതിനുശേഷം ഒരു മൺചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് കുറച്ച് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എണ്ണയൊന്ന് ചൂടായി വരട്ടെ. എണ്ണ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. ഇനി കടുക് ഒന്ന് പൊട്ടി വരണം. പൊട്ടി വരുന്ന സമയത്ത് ഞാനൊരു കുടം വെളുത്തുള്ളി പൊളിച്ച് വെച്ചിട്ടുണ്ട്. കടുക് പൊട്ടിയതിന് ശേഷം നമുക്കതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഈ വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരണം. നമ്മൾ സാധാരണ അച്ചാറിനൊക്കെ മൂപ്പിക്കുന്നത് പോലെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ചൊരു 8-10 പച്ചമുളകുണ്ട് കേട്ടോ, ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ അതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പം നമ്മുടെ വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ആ സമയത്ത് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കറിവേപ്പിലയും കൂടെ ഒന്ന് മൂത്ത് വരട്ടെ, അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതെല്ലാം മൂത്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് കൊടുക്കുക. നമ്മളിതിൽ മുളക് പൊടി ചേർക്കുന്നില്ല കേട്ടോ. ഇത് ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്തിട്ടാണ് പൊടിയൊക്കെ ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ചട്ടിയുടെ ചൂടിൽ തന്നെ പൊടിയൊക്കെ ഒന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഉപ്പ് പുരട്ടി വെച്ചിരിക്കുന്ന മാങ്ങയും ക്യാരറ്റും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ഉപ്പ് ചേർത്തിട്ടുള്ളതാണ്, അതുകൊണ്ട് ഇനി ഉപ്പ് ചേർക്കേണ്ട കാര്യമില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അതിനുശേഷം ഇപ്പോൾ ചേർത്ത് കൊടുത്തത് വിനാഗിരിയാണ് കേട്ടോ. ഒരു 1/2 കപ്പ് വിനാഗിരി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മാത്രം മതി, ഒത്തിരി തിളച്ച് പോകണ്ട. തിളച്ച് പോയാൽ മാങ്ങ വെന്ത് പോകും. അത്രയേ ഉള്ളൂ. നല്ല അടിപൊളി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.